വാർത്തകളിലേക്ക് വിശദമായി. ഒമൈക്രോൺ ബാധിച്ച് ലോകത്ത് ആദ്യ മരണം. ബ്രിട്ടനിലാണ് ഒമൈക്രോൺ ബാധിച്ച് ഒരാൾ മരിച്ചത്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസണാണ് ഇക്കാര്യം അറിയിച്ചത്. ഒമൈക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പ് വേഗത്തിലാക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളുമായി സരുൺ എ ജോസ് ചേരുകയാണ്. സരുൺ, ഒമൈക്രോണിന്റെ വ്യാപനശേഷി കൂടുതലാണെങ്കിലും ഇതുവരെ ആരും മരിച്ചിരുന്നില്ല എന്നതായിരുന്നു ഏക ആശ്വാസം. ഇപ്പോൾ ഒരു മരണം ബ്രിട്ടനിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് ഈ വാർത്ത ലോകം കാണുന്നത്? രേണുക, അല്പസമയം മുമ്പാണ് ഒമിക്രോൺ ബാധിച്ചുള്ള ആദ്യ മരണം സ്ഥിരീകരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്നാൽ മരിച്ചയാളുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഒമിക്രോൺ വ്യാപനം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ഏകദേശം 3000-ഓളം പേർക്ക് ഔദ്യോഗികമായി ഇപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞിരുന്നു തിരമാല പോലെ വ്യാപിക്കും എന്ന് ആയിരുന്നു കഴിഞ്ഞ ദിവസം ബോറിസ് ജോൺസൺ തന്നെ പറഞ്ഞിരുന്നത്. ഇതിനുശേഷമാണ് ഇന്നാണ് ഇപ്പോൾ ആദ്യ മരണം, ഒമൈക്രോൺ ബാധിച്ചുള്ള ആദ്യ മരണം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും രാജ്യത്ത് ഈ കോവിഡിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒമൈക്രോണിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ് അതിന്റെ ലെവൽ 3 നിന്ന് 5 ഉയർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ ശുപാർശ നൽകിയിരുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ബ്രിട്ടൻ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോകുമോ എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. രേണുക, സരുൺ, എന്തായാലും ലോകരാജ്യങ്ങൾ ഒക്കെയും ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പല രാജ്യങ്ങളും ഒമിക്രോൺ വ്യാപനത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്, കേസുകൾ കൂടുന്ന സാഹചര്യമൊക്കെയുണ്ട്. മരണം സ്ഥിരീകരിക്കുന്നു എന്ന് വരുമ്പോൾ ഈ രോഗിയുടെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കി മാത്രമേ ഇതിന്റെ ഒമൈക്രോൺ തന്നെയാണോ അല്ലെങ്കിൽ അത്ര ഭീഷണി ഉയർത്തുന്ന വേരിയന്റ് ആണോ എന്ന കാര്യമെല്ലാം മനസ്സിലാകുകയുള്ളൂ. എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? ബോറിസ് ജോൺസൺ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വ്യക്തമാക്കിയത്? രേണുക, ഒമിക്രോൺ ബാധിച്ച ആളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മരണകാരണം ഒമിക്രോൺ തന്നെയാണോ, ഇദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും നേരത്തെ തന്നെ ഒമിക്രോൺ വേരിയന്റ് വ്യാപിച്ചപ്പോൾ ആരോഗ്യ വിദഗ്ധർ തന്നെ പറഞ്ഞത് ഇതിന്റെ മരണനിരക്ക് കുറവായിരിക്കും എന്ന തരത്തിലായിരുന്നു ആരോഗ്യ വിദഗ്ധരടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ ജാഗ്രത പുലർത്തണമെന്നും ഇത് പെട്ടെന്ന് വ്യാപനശേഷി കൂടുതലുള്ള വേരിയന്റാണ് ഇതെന്നുമായിരുന്നു ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം അത് ഒമൈക്രോൺ ബാധിച്ച ആളാണ് മരിച്ചതെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മരണകാരണം ഒമൈക്രോൺ ആണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. രേണുക, ശരി. സരുൺ എ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒമൈക്രോണിന്റെ പശ്ചാത്തലത്തിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി. വാക്സിനേഷൻ നിരക്ക് കുറഞ്ഞ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അത് വർദ്ധിപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മുഖ്യമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഇളവുകൾ നിലവിൽ വന്നെങ്കിലും ജാഗ്രത കുറവ് പാടില്ല. സ്കൂളുകൾ പൂർണ്ണതോതിൽ തുറക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. TG സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, സ്കൂളുകൾ പൂർണ്ണ നിലയിലേക്ക് തുറക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവലോകന യോഗം വിലയിരുത്തുന്നത്. മറ്റ് എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായി? സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ ആ തരത്തിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായത്. പൊതുവിൽ സംസ്ഥാനത്ത് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. കാരണം ഇത്തരം രോഗലക്ഷണങ്ങൾ ഈ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകളുണ്ടോ എന്ന പ്രത്യേക പരിശോധന വേണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. ചില കൂടുതൽ ഇളവുകൾ കൂടുതൽ മേഖലകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും കടുത്ത ജാഗ്രത, പ്രത്യേകിച്ച് ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അവിടങ്ങളിലും കടുത്ത ജാഗ്രത പുലർത്താനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂളുകൾ പൂർണ്ണ തോതിൽ തുറക്കില്ല. എത്തരം ഒരു നീക്കം ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണ തോതിൽ തുറക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിക്കാൻ അധ്യാപകർ തയ്യാറാവണം. ഈ തരത്തിൽ എല്ലാ തരത്തിലുള്ള ജാഗ്രതയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നീക്കമുണ്ടായിരിക്കുന്നത്. വാക്സിനേഷൻ പൊതുവിൽ സംസ്ഥാനത്ത് 70% എത്തി. പക്ഷേ 3 ജില്ലകളിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ. ഈ ജില്ലകളിൽ വാക്സിനേഷന്റെ നിരക്ക് ഉയർത്തുന്നതിന് വേണ്ടി സജീവമായി ഇടപെടാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോവിഡ് മരണങ്ങളുടെ നഷ്ടപരിഹാര കേസിൽ അത് വേഗത്തിൽ വിതരണം ചെയ്യാൻ നടപടിയെടുക്കാനും കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ശരി. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.
ഒമൈക്രോൺ സാഹചര്യം വിലയിരുത്താൻ എറണാകുളത്ത് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഒമൈക്രോൺ സാഹചര്യം നേരിടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് 4407 യാത്രക്കാർ എത്തിയിട്ടുണ്ട്. ജില്ലയിലെ 7 സ്വകാര്യ ആശുപത്രികൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 4407 പാസഞ്ചേഴ്സാണ് ഈ റിസ്ക് കാറ്റഗറി ഉള്ള കൺട്രീസിൽ നിന്ന് കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടുള്ളത്. അതിലാണ് ഈ 10 പോസിറ്റീവ് കേസസ് കണ്ടിട്ടുള്ളത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് 4 ടീം, ആരോഗ്യവകുപ്പിന്റെ ടീം എയർപോർട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം രോഗികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. നിലവിൽ 7 ഹോസ്പിറ്റലുകൾ അവർ സമ്മതം, പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഇതിനാവശ്യമായ ഐസൊലേഷൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒമൈക്രോൺ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുടെ ഭാര്യയും അമ്മയും അമ്പലമുകളിലെ ഐസൊലേഷൻ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഇന്ന് 2434 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4.82% TPR. ചികിത്സയിലുണ്ടായിരുന്ന 4308 പേരുടെ കോവിഡ് ഭേദമായി. 38 കോവിഡ് മരണങ്ങൾ കൂടി ഇന്ന് സ്ഥിരീകരിച്ചു. മുൻപ് പട്ടികയിൽ ഉൾപ്പെടുത്താത്ത 165 മരണങ്ങൾ കൂടി ഇന്ന് കോവിഡ് മരണങ്ങളായി ഉൾപ്പെടുത്തി. കേരളത്തിലെ ആകെ കോവിഡ് മരണം ഇതോടെ 43,170 ആയി. സമരം ചെയ്യുന്ന PG ഡോക്ടർമാരുമായി സർക്കാരിന്റെ സമവായ നീക്കം. നാളെ രാവിലെ സമരക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തും. ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിച്ചെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ചർച്ചയ്ക്ക് പോലും ക്ഷണിച്ചില്ല എന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പരാതി. എന്തായാലും ചർച്ചയ്ക്ക് സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഒരു ഉപാധികളും ഇപ്പോൾ ഇവർക്ക് മുന്നിൽ വെച്ചിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം സമരം ചെയ്യുന്ന PG ഡോക്ടർമാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിക്കുകയാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. നാളെ 10:00 ശേഷം മന്ത്രി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. ആ സമയത്തെത്തിയാൽ മന്ത്രിയുമായി ചർച്ച നടത്താം എന്ന അറിയിപ്പ് ഇതിന്റെ സമരം ചെയ്യുന്ന നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. അതേസമയം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സംബന്ധിച്ച തീരുമാനം ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. എങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് PG ഡോക്ടർമാർക്ക് ലഭിച്ചു കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് ഉദൻ വഴി ശ്രമിച്ചപ്പോൾ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് തയ്യാറാകാം എന്നുള്ള ഒരു നിബന്ധന ഇവർ വെച്ചിരുന്നു. അതായത് മന്ത്രിയുടെ ഓഫീസ് വെച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു നിബന്ധനയും വെക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രി തയ്യാറാണ് എന്നുള്ള അറിയിപ്പ് മാത്രമാണ് ലഭിച്ചത് എന്നാണ് PG ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത് ചർച്ചകൾ നടക്കും. ഇതും അവർ പ്രധാനമായി പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും അതിൽ ഒരുപക്ഷെ കൂടുതൽ നോൺ അക്കാഡമിക് ജൂനിയർ റെസിഡൻസിനെ നിയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായാൽ പോലും ഒരുപക്ഷെ സമരം പിൻവലിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിലേക്കുള്ള സാഹചര്യമായിരിക്കും ഒരുങ്ങുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് മെഡിക്കൽ കോളേജുകളിൽ രോഗികൾ ദുരിതത്തിലായി. OPകളിൽ പ്രവർത്തനം ഭാഗികമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശസ്ത്രക്രിയകൾ പലതും മുടങ്ങി. PG ഡോക്ടർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെയും PG അധ്യാപകരുടെയും സംഘടനകൾ പിന്തുണയുമായി എത്തിയത്. ഹൌസ് സർജന്മാർ സൂചന പണിമുടക്ക് നടത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതോടെ മെഡിക്കൽ കോളേജിലെത്തിയ രോഗികൾ വരഞ്ഞു. OPകളിൽ പകുതിയിൽ താഴെ ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അയൽ ജില്ലകളിൽ നിന്നടക്കം എത്തിയ പലർക്കും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വന്നു. വയനാട്ടിൽ മോളെ കാണിക്കാൻ വന്നേ, അകത്തുണ്ട് ഒരു ഡോക്ടറേ ഉള്ളൂ, ഇനി കുറെ സമയം കഴിയുമെന്ന് പറയുന്നത്. ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് എത്തിയവർക്കും മടങ്ങിപ്പോകേണ്ടി വന്നു. ഹാർട്ടിന്റെ ഇതിന് വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ചെക്കപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഡേറ്റ് തന്ന് അങ്ങനെ വന്നതാണ്. ഇന്നത്തേക്ക് ഡേറ്റ് ഇട്ടിരിക്കല്ലേ, അപ്പൊ പറഞ്ഞല്ലോ നോക്കാം. തെമ്മലേന്ന് വരുവോ? PG ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിക്കെതിരെ കേരള ഹൈക്കോടതിയുടെ വിമർശനം. നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും
നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ വയ്ക്കുന്നതിനെക്കുറിച്ച് ലജ്ജിക്കുന്നതെന്തിനാണെന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിച്ചു. 100 കോടി ജനങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഹർജിക്കാരനുള്ളതെന്നും കോടതി ചോദിച്ചു. ഹർജിക്കാരൻ കോടതിയുടെ സമയം പാഴാക്കുകയാണെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്ന ആവശ്യം അപകടകരമാണെന്ന് കഴിഞ്ഞ മാസം സമർപ്പിക്കപ്പെട്ട ഹർജിയിലും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. പോര് തുടരുന്നു. ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നതിനിടെ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധമുയർത്തി ഭരണപക്ഷം. ഗവർണറുടെ നീക്കത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നാരോപിച്ച് CPM CPI സെക്രട്ടറിമാർ രംഗത്തെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗവും രംഗത്തുവന്നു. സർവകലാശാല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത നിലപാട് തുടരുന്ന ഗവർണറെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ഭരണപക്ഷം. ഗവർണറുടെ നീക്കത്തിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നാണ് ആരോപണം. നീക്കം ദുരൂഹമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗവർണറുടെ മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണം CPM തള്ളി. ചാൻസലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി സമ്മർദ്ദം കൊണ്ട് ഒപ്പിടേണ്ട ആളല്ലല്ലോ. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിവേചന അധികാരമുണ്ടല്ലോ. അങ്ങനെ ഗവർണർ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ലല്ലോ ചാൻസലർ. അത് ഗവർണർ തന്നെ സമ്മതിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുള്ളത്. സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കുന്നത് ശരിയല്ലല്ലോ. ദുരൂഹമാണ് ഗവർണർ സ്വീകരിക്കുന്ന നിലപാട്. CPI നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. ചാൻസലർ പദവി എടുത്തു മാറ്റാൻ മുന്നണി ആലോചിച്ചിട്ടില്ലെന്നും എന്നാൽ ഗവർണർ അതിന് നിർബന്ധിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അതിനെ നിർബന്ധമാക്കുന്ന സാഹചര്യം അദ്ദേഹമായിട്ട് ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്നത് ഒരു ഭരണഘടനാ പദവിയല്ല. കേരള നിയമസഭ പാസ്സാക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറെ ചാൻസലറാക്കുന്നത്. അത് വേണമെങ്കിൽ നിയമസഭയ്ക്ക് അത് വേണ്ടെന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ട്. അതിന് ഞങ്ങൾ നിർബന്ധിക്കരുത്. ഗവർണർ എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു ആർഭാടമാണ് എന്ന അഭിപ്രായമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. CPI മുഖപത്രമായ ജനയുഗവും ഗവർണർക്കെതിരെ പരസ്യ നിലപാടെടുത്തു. BJPയുടെ തെട്ടൂരം നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ഗവർണറുമായുള്ള തർക്കം ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ഗവർണറുടെ നീക്കത്തെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനൊപ്പം സമവായ സാധ്യതകളും സർക്കാർ തേടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർ സർക്കാർ പോര് മുറുകുന്നതിനിടെ മുഖ്യമന്ത്രിയുമായി അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് കൂടിക്കാഴ്ച നടത്തി. ആലുവ ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിന് നിയമോപദേശം നൽകിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർക്ക് താൻ നിയമോപദേശം നൽകേണ്ട കാര്യമില്ലെന്നായിരുന്നു AGയുടെ മറുപടി. മുഖ്യമന്ത്രിയുമായി നടത്തിയത് സാധാരണ കൂടിക്കാഴ്ച മാത്രമാണെന്നും അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞു. സാധാരണയുള്ള കൂടിക്കാഴ്ച, അതിലപ്പുറത്തൊന്നുമില്ല. അത് കോടതിയിലിരിക്കുന്ന കാര്യമല്ലേ. ഗവർണർക്ക് എന്നോട് ഇത് ചോദിച്ചിട്ടുമില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. അത് സത്യമല്ലേ. ഗവർണർക്കല്ല ഞാൻ നിയമോപദേശം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്ന അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയെ കാണുന്ന ഇന്ന പ്രത്യേക വിഷയം ചർച്ച ചെയ്യാനുള്ള നിരവധി കാര്യങ്ങൾ കാണും. നിയമോപദേശം കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ആവശ്യമില്ല. സർവകലാശാലകളിലെ CPM ഇടപെടലാണ് അടിസ്ഥാന പ്രശ്നമെന്നാണ് പ്രതിപക്ഷ ആരോപണം. നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. കോൺഗ്രസും BJPയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കേണ്ടെന്നും ഗവർണറുടെ അധികാര പരിധിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് CPM നിലപാട്. ഗവർണർ സർക്കാർ തർക്കം രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. CPMന്റെ ഒരു സെല്ല് പോലെ യൂണിവേഴ്സിറ്റികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. AKG സെന്ററിലെ ഡിപ്പാർട്ട്മെന്റ് അല്ല കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. ഈ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. താൻ അത്തരം ഒരു കത്ത് എഴുതിയിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ബിന്ദു കാണിക്കുമോ? നിയമനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. സർവകലാശാലകളിൽ അനധികൃത നിയമനം നടത്താനുള്ള, ബന്ധു നിയമനം നടത്താനുള്ള, അഴിമതിയിലൂടെ നിയമനം നടത്താനുള്ള നീക്കം ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നടത്തുകയാണ് എന്ന് പറയാനുള്ള ആർജവമാണ് സർക്കാർ കാണിക്കേണ്ടത്. ഗവർണർക്കെതിരായ നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സർക്കാരും CPMഉം ആവർത്തിക്കുന്നത്. ചർച്ച അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഗവർണറുമായിട്ട് ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഗവൺമെന്റ് കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല.
അദ്ദേഹത്തിൻ്റെ അധികാരത്തെ എൻക്രോച്ച് ചെയ്ത് അദ്ദേഹത്തെ ഒരു രൂപത്തിലും അപമാനിക്കുന്നതിനുള്ള ശ്രമം ഗവൺമെന്റ് മുമ്പും എടുത്തിട്ടില്ല, ഇപ്പോഴും എടുത്തിട്ടില്ല. കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കണ്ണൂരിൽ മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സഹകരണ സൊസൈറ്റികൾക്ക് ബാങ്ക് എന്ന് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. കേരളത്തിന്റെ ആവശ്യം RBI തള്ളിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നോട്ടീസ് പിൻവലിക്കാൻ കഴിയില്ലെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ MP സൗഗത റോയിയുടെ ചോദ്യത്തിനാണ് ധനമന്ത്രി മറുപടി നൽകിയത്. നവംബർ 22-നാണ് സഹകരണ സൊസൈറ്റികൾ ബാങ്ക് എന്ന് ഉപയോഗിക്കരുതെന്ന് RBI കത്ത് നൽകിയത്. ഇത്തരം സൊസൈറ്റികൾ സ്വന്തം അംഗങ്ങളിൽ നിന്ന് മാത്രമേ നിക്ഷേപം സ്വീകരിക്കാവൂ എന്നും അല്ലാത്തവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ലെന്നും അറിയിച്ചിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. കാശി ധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. ഇടനാഴിയുടെ 1ാം ഘട്ടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. शिलापट का अनावरण और श्री काशी विश्वनाथ धाम राष्ट्र को समर्पित। साथ ही मैं माननीय प्रधानमंत्री जी से अनुरोध करूंगी कि आज के इस ऐतिहासिक समारोह में अपने हृदय के उद्गार व्यक्त करें. വിശ്വാസത്തിന്റെയും ബൗദ്ധികതയുടെയും കേന്ദ്രമാണ് കാശിയെന്ന് മോദി പറഞ്ഞു. ഔറംഗസീബ് മുമ്പ് കാശിയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പ്രതിപക്ഷം കാശിയെ അപകീർത്തിപ്പെടുത്തുകയാണ്. അഹിംസയുടെ ഭൂമിയാണ് കാശിയെന്നും മോദി കൂട്ടിച്ചേർത്തു. औरंगजेब के अत्याचार, उसके आतंक का इतिहास साक्षी है. जिसने सभ्यता को तलवार के बल पर बदलने की कोशिश की, जिसने संस्कृति को कट्टरता से कुचलने की कोशिश की, लेकिन इस देश की मिट्टी बाकी दुनिया से कुछ अलग है. औरंगजेब आता है तो शिवाजी भी उठ खड़े होते हैं. इस विकास में भारत की अनंत परंपराओं की विरासत शामिल है. बीते 7 वर्षों से काशी में चल रहा विकास का महायज्ञ आज एक नई ऊर्जा को प्राप्त कर रहा है. काशी विश्वनाथ धाम का लोकार्पण भारत को एक निर्णायक दिशा देगा, एक उज्जवल भविष्य की तरफ ले जाएगा. ഗംഗാതീരത്തെ ആരതി ഒഴിയലിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. തത്സമയ ചടങ്ങുകളിലേക്ക് ज्यादा प्रकाशित हैं. इस पूरे के पूरे परिसर को विशिष्ट रूप से सजाया गया है. और अगर देखिए तो यहाँ पर एक थीम भी है नीलांबर की. नीली रोशनियों से होता हुआ आकाश में मिलता हुआ गंगा तट तक जाता हुआ यह पूरा का पूरा स्वरूप दिगंबर को नीलांबर कार्यांजलि सरीखा है. दिगंबर यहाँ पर साक्षात विद्यमान है और दिगंबर को नीलांबर और गंगा से मंदाकिनी से त्रिपथगा से सुरसरी से गंगा से मिलाने का जो ये महा और पुनीत कार्य हुआ है उसी का ये महोत्सव है. और आप देख रहे हैं इन दृश्यों में कि किस तरह से अलग अलग घाटों पर विविध आयोजन करके इस महोत्सव में विविध रंग भरे जा रहे हैं. And the spectacular Ganga Arati in progress. You can see on your screens the priests in charge of performing the Arati in their traditional attire, dhoti, kurta, along with the gamcha on their shoulders. And that glimpse of the beauty of Kashi, the beauty of Varanasi, a beauty that cannot be described in words. Lakhs of diyas, lakhs of lights that have been used to decorate the ghats today. And add to that the spiritual energy of the people of Kashi, all coming together to lit the temple town like never before. शुभेंदु ये दृश्य देखिए, यही कहा जाता है कि अर्धचंद्राकार वलयाकार स्थिति में मां गंगा भगवान शिव के केवल चरण छूने के लिए काशी में अपनी दिशा बदल देती हैं और उत्तर वाहिनी हो जाती हैं. अद्भुत दृश्य थे. जैसे शंकर जी के भगवान शंकर के माथे पर चंद्रमा विराजमान होते हैं, उसी तरह अर्धचंद्राकार स्थिति में मां गंगा ने यहाँ धारा अपनी मोड़कर भगवान के चरण पखारने के लिए वो केवल यहाँ पर आई.
नयनाभिराम दृश्य और काशी में शिव महोत्सव का आयोजन, घर, मंदिर, गलियारे, गलियां, सब कुछ आज आलोक से प्रकाशित हैं। ये देख सकते हैं कितना विहंगम दृश्य है समूची काशी का। समूची काशी में शिव दीपावली का आज आयोजन है। घरों घरों को सजाया गया है। एक एक घर की हर चौखट पर दीपक जले हुए हैं। घाटों पर असंख्य दीपकों की झिलमिल झालर और रोशनियां इस समय लोगों को मंत्रमुग्ध कर दे रही हैं, क्योंकि आज काशी में महोत्सव का दिन है, क्योंकि आज काशी के बाबा का, ദിഗംബർ का, भोलेनाथ का, ഗംഗാതീരത്തെ ആരതി ഉഴിയലിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. അവിടുത്തെ വർണ്ണാഭമായ ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ വാരണാസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രവും ഗംഗാനദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാശിധാം ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറന്നുകൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ എത്തിയ പ്രധാനമന്ത്രി വിവിധ ചടങ്ങുകളിൽ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഗംഗാതീരത്തെ ആരതി ഉഴിയലിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. Holy Ganga, flowers and incense sticks all together to honor the Holy Ganga. ഇത്തവണത്തെ ജെ.സി. ഡാനിയൽ പുരസ്കാരം ഗായകൻ പി. ജയചന്ദ്രന്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണിത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടൂർ ഗോപാലകൃഷ്ണൻ, രഞ്ജി പണിക്കർ, സീമ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് എന്നിവർ അംഗങ്ങളായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വഴികളിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകനാണ് പി. ജയചന്ദ്രൻ എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. 23-ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം പോത്തൻകോട് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പ്രതികൾ കൂടി പിടിയിൽ. വേങ്ങോട് സ്വദേശി അരുൺ, വെഞ്ഞാറൻമൂട് സ്വദേശി സച്ചിൻ, കന്യാകുളങ്ങര സ്വദേശി സൂരജ് എന്നിവരാണ് പിടിയിലായത്. വെഞ്ഞാറൻമൂട് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 6ആയി. ഇന്നലെ പിടിയിലായ നന്ദീഷ്, നിധീഷ്, രഞ്ജിത്ത് എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കേസുമായി ബന്ധപ്പെട്ട 10ഓളം പേർ വിവിധ സ്റ്റേഷനുകളിൽ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കൃത്യത്തിലെ പങ്ക് സംബന്ധിച്ച് തെളിവുകൾ ലഭിക്കുന്നതോടെ ഇവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. ശനിയാഴ്ചയാണ് പോത്തൻകോട് മഞ്ഞമലയിലെ ബന്ധുവീട്ടിൽ വെച്ച് സുധീഷിനെ പ്രതികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.